ഹലോ ഫ്രണ്ട്സ്, വെൻ ദ സ്റ്റാർസ് ഗോസിപ്പ് ന്യൂ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഗോങ്യോങ്ങിൻ്റെ അമ്മമാരിൽ ഒരാളായിരിക്കും കേട്ടോ ഈവിൻ്റെ അമ്മ. അങ്ങനെ ആ ഒരു പാസ്റ്റ് സീൻ അവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഇവനെ എസ്കേപ്പ് ആക്കുന്ന ടൈമിൽ ഏജൻസിയിലേക്ക് പോയ ഒരു അമ്മ തന്നെയായിരിക്കും ഈവിൻ്റെ അമ്മ. ഈ അമ്മയാണെങ്കിൽ ഈ ക്രിസ്മസ് ഈവിൻ്റെ ടൈമിൽ ഒരു ടാക്സി വിളിക്കുന്നതും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പോകുന്ന ടൈമിൽ ബാഗിൻ്റെ ഉള്ളിൽ ഈവിനെ ആക്കിയിട്ടാണ് പോകുന്നത്. ഈ ടാക്സി ഡ്രൈവർ ആണെങ്കിൽ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരാണെങ്കിൽ ഇതിനിങ്ങനെ താലോലിക്കുന്നതും ഈ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇത്രയും തണുപ്പത്ത് ഇതിൻ്റെ അമ്മ ഇതിനൊരു സോക്സ് പോലും ഇട്ട് കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ടാക്സി ഡ്രൈവർ ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം കണ്ടതുകൊണ്ട് തന്നെ ഈ ലേഡിയുടെ ഫേസ് ഒന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ മൊഴിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഗോങ്യോങ്ങിൻ്റെ അമ്മ ഇവളെ ഉപേക്ഷിക്കുന്നത് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സീൻ കട്ട് ചെയ്ത് ഇതേ ഈവ് തന്നെ തൻ്റെ കാലിലേക്ക് നോക്കിയിട്ട്, അതായത് ഗോങ്യോങ് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് ചിരിക്കുന്ന ഒരു സീനിലൂടെയാണ് കേട്ടോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ലാസ്റ്റ് എപ്പിസോഡിൽ കാണിച്ച ആ ഒരു ടെൻഷനുള്ള സീനാണ് കാണിക്കുന്നത്. ഗോങ്യോങ് ഏജൻസിയിലേക്ക് വരുന്നതും ഇവരുടെ ആ ഒരു ഫോട്ടോയായിരിക്കും അവിടെ സിസ്റ്റത്തിൽ കാണുന്നത്. ഇവനങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ടൈമിൽ ചീഫ് ആണെങ്കിൽ നിങ്ങൾ എന്ത് തന്ത്രമായിട്ടാണ് അങ്ങോട്ട് വന്നത്, നിങ്ങൾ രണ്ടുപേരും ടീം മെമ്പേഴ്സ് ആയിരുന്നുവല്ലെന്ന് അവിടെ ചോദിക്കുമ്പോൾ കങ്സു ആണെങ്കിൽ ഞങ്ങൾ ടീം മെമ്പേഴ്സ് ഒന്നും ആയിരുന്നില്ല എന്ന് അവിടെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഗോങ്യോങ് ആണെങ്കിൽ ഞങ്ങൾ എനിമീസ് തന്നെയായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ചീഫ് ആണെങ്കിൽ എല്ലാം എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ കയ്യിൽ എത്ര എക്സ് ഉണ്ടായിരുന്നു, നിങ്ങൾ മുറിവിലെ ഫോം ചെയ്തില്ലേ, എങ്ങനെ അതിവിടെ എത്തിച്ചെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഗോങ്യോങ് ആണെങ്കിലും അതിന് ഒരു 3 ദിവസമെങ്കിലും വേണ്ടി വരും, പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവനങ്ങ് ഫലിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ അങ്ങോട്ട് എത്തുന്ന ഡൊണാലി ആണെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്പെക്സുകാരൻ എന്താ സംഭവിച്ചെന്ന് അവിടെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കങ്സു ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോണിറ്ററിൽ നോക്കിയാൽ മനസ്സിലാവും ഞാൻ empty handed ആയിട്ടാണ് പോകുന്നത്, അപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഗോങ്യോങ് ആണെങ്കിൽ ആള് പറഞ്ഞത് ശരിയാണ്, ഈ സ്കോപ്പിയോയിലേക്ക് കയറുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് അവിടെ എത്താനാണ് കങ്സു എന്നോട് പറഞ്ഞത്, ആളെന്നെ എസ്കേപ്പ് ആക്കാനേ നോക്കിയിട്ടുള്ളൂ, പക്ഷേ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അങ്ങനെ ലേറ്റായി എന്നൊക്കെ പറയുന്നതും ഇവൻ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നിരത്തുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ഡൊണാലി ആണെങ്കിൽ അവർ പറയുന്നത് ശരിയാകാനാണ് തോന്നുന്നത്, കാരണം അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ചെത്തിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ചീഫിന് അത്രയ്ക്ക് അങ്ങ് വിശ്വാസമാകുന്നില്ലെങ്കിലും ശരി താനൊരു റിപ്പോർട്ട് എഴുതി തന്നിട്ടുണ്ടല്ലോ, അത് ഞാൻ വ്യക്തമായി നോക്കട്ടെ, ബാക്കി പിന്നെ പറയാമെന്ന് പറഞ്ഞ് ഇവനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട്. തിരിച്ചു പോകുന്ന ടൈമിൽ ഇവനാണെങ്കിൽ കങ്സുവിനോട് താങ്ക് യു, അപ്പോൾ നമ്മളൊരു ടീമാണല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ ടീമല്ല എന്ന് പറഞ്ഞ് കങ്സു ദേഷ്യത്തിൽ പോകുമ്പോൾ പിന്നാലെ പോകുന്ന ഗോങ്യോങ് ആണെങ്കിൽ നമ്മളൊരു ടീം തന്നെ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ സന്തോഷത്തിൽ ഇവനെ വിളിക്കുന്ന ടൈമിലാണ് കൂടെ മറന്നു വെച്ചിട്ടുണ്ടായിരിക്കും. അതുമായിട്ട് ചീഫ് അങ്ങോട്ട് എത്തുന്നതും ഇവൻ പെട്ടെന്ന് കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ നല്ല സീരിയസ് ആണോ ഈ ഈവിൻ്റെ കാര്യത്തിലെന്ന് ചീഫ് അവിടെ ചോദിക്കുന്ന ടൈമിൽ ഇവനൊന്ന് പരിങ്ങുന്നുണ്ട്. അപ്പോൾ ചീഫ് ആണെങ്കിലും അല്ല, അവൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അവൾ ഒരുപാട് സഹിച്ചിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, എന്തെങ്കിലും മോശമായിട്ടുള്ള ചിന്ത തൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്, അല്ല സീരിയസ് ആണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ ഗോങ്യോങ് ആണെങ്കിൽ എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമാണ്, ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇവൾ ഇനി സ്പേസിൽ നിന്ന് തിരിച്ചു വരുള്ളൂ, ആ സമയത്ത് എന്നെ പോലുള്ള ഒരാൾ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നല്ലതല്ലേ, നിങ്ങളതിന് സമ്മതിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ ചീഫ് ഒന്നും അവിടെ പറയുന്നില്ല കേട്ടോ. ഇതേ ടൈമിൽ ഈവാണെങ്കിൽ ഇവനെ തിരിച്ച് വിളിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ വിളിക്കുന്നില്ല. നെക്സ്റ്റ് സീനിൽ ഈവാണെങ്കിൽ ഈ മൗസിനെ ചെക്ക് ചെയ്യുന്ന ടൈമിലാണ് ഈ ഒരു മൗസ് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതും ഇവൾ അപ്പം തന്നെ ഗോങ്യോങ്ങിനെയും സെങ്ജുനെയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഗോങ്യോങ്ങിനോടാണെങ്കിൽ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രീം ആവശ്യമാണ്, അപ്പോൾ അത് ഇട്ട് വരാൻ അങ്ങോട്ട് പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ അപ്പോഴേക്കും ഈ വാർത്ത മറ്റ് കൊളീഗ്സിനെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവർ 24 hours ഇത് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നിട്ടും ഇങ്ങനെ ഒരു കാര്യം കണ്ടില്ല. അതിന് കാരണം ഈ ഒരു ഡിസാസ്റ്റർ ഉണ്ടായല്ലോ അവിടെ വെച്ചിട്ട്, ആ സമയത്തായിരിക്കണം ഇവർ മെയ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് ഇതുപോലത്തെ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുന്ന ടൈമിൽ ഇവർ ഭയങ്കരമായിട്ട് ഷോക്കാകും, അപ്പോൾ ഇങ്ങനെ മെയ്റ്റിങ്ങിനൊക്കെ സാധ്യതയുണ്ടെന്നാണ് ഇവൾ ഫോണിലൂടെ പറയുന്നത്. ഗോങ്യോങ് അവിടെ എത്തുന്നതും ഇവരാണെങ്കിൽ പിന്നീട് ഈ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഒന്നല്ല പകരം 4 ബേബീസ് ആയിരിക്കട്ടെ ഈ എലിയിൽ ഉണ്ടായിരിക്കുക. ഇതറിയുന്നതും ഇവൾക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. ഗോങ്യോങ് ആണെങ്കിലും അങ്ങനെ നിന്റെ പരീക്ഷണം സക്സസ് ആയി, കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ അപ്പോൾ നമ്മൾ മാത്രമല്ല ഇവരും കാര്യം സാധിച്ചുവല്ലേ എന്ന് പറയുന്ന ഗോങ്യോങ് ആണെങ്കിൽ അല്ല ഇനി നമുക്കും ഇതുപോലത്തെ ഒരു സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതായത് ഇവൾ പ്രഗ്നൻ്റ് ആവുമെന്നാണ് ഇവൻ അവിടെ ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ സംഭവിക്കില്ല, തൻ്റെ ഫ്രണ്ടിനോടായിട്ട് ഞാൻ ചെക്ക് ചെയ്തതാണ്, അപ്പോൾ ഇത് നടക്കത്തില്ല. പിന്നെ ഈ എലികളുടെ കാര്യം അങ്ങനെയല്ല, ഇവരിങ്ങനെ മെയ്റ്റ് ചെയ്യുന്ന ടൈമിൽ 90% പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഇവൾ ഇവിടെ പറയുന്നതും അപ്പോൾ ഫ്യൂച്ചറിൽ ഇനി ഹ്യൂമൻസിൻ്റെ കാര്യം പരീക്ഷിക്കാല്ലേ, ഇത് വലിയൊരു വഴിത്തിരിവാവും എന്നൊക്കെ പറയുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള സീനാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ പിന്നീട് ഏജൻസിയിൽ ഇവരെല്ലാവരും വരുന്നതും ഈ വാർത്ത അറിഞ്ഞങ്ങ് ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പം അങ്ങോട്ട് ചീഫും പാർക്കും വരുമ്പോൾ ഈവ് പ്രഗ്നൻ്റ് ആയി എന്നൊക്കെ പറയുമ്പോൾ ഈവോ എന്ന് ചോദിച്ച് ഇവരങ്ങ് ഡൗട്ട് അടിക്കുന്നതും അയ്യോ ഈവല്ല ഈവിൻ്റെ മൗസ് എന്നൊക്കെ പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇവർക്കും അങ്ങ് ഹാപ്പി ആവുകയാണ് കേട്ടോ. ഇതിലും വലിയൊരു ഭാഗ്യം എന്താ ഇനി വരാനുള്ളത്. അങ്ങനെ ആ ഒരു പ്രൊജക്റ്റ് സക്സസ് ആയി എന്നൊക്കെ പറഞ്ഞ് ഇവർ ഹാപ്പി ആകുന്ന ടൈമിൽ അല്ല ഇതിപ്പോൾ ഇവിടെ പ്രസവിക്കുമോ അതോ നേരെ തിരിച്ച് സ്പേസിലേക്കാണോ കൊണ്ടുപോകുന്നത് എന്ന് സെങ്ജുൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡൊണാലി ആണെങ്കിൽ അതെന്തായാലും പറ്റത്തില്ല, അതായത് ഇവിടെ നടക്കത്തില്ല,
പറ്റത്തില്ല, സ്പേസിലേക്ക് തന്നെ കൊണ്ടുപോകണം, ഇവിടുത്തെ ഗ്രാവിറ്റി ആയിട്ട് ഇങ്ങനെ കണക്റ്റ് ആവാൻ ഈ ഒരു മൗസിന് പ്രശ്നം ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഇവിടെ അറിയാലോ, അങ്ങനെയല്ലേ വേണ്ടെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി അങ്ങ് തല്ലുകൂടുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന മിനാലിയാണെങ്കിൽ എന്താ അവസ്ഥ എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ സെങ്ചുനാണെങ്കിൽ ഈവിനോട് ഞാൻ പറഞ്ഞതല്ലേ കറക്റ്റ്, ഇവിടെ നമുക്കൊന്ന് ട്രൈ ചെയ്തുകൂടി എന്നൊക്കെ പറയുമ്പോൾ അല്ല അത് ഡൊണാലി പറഞ്ഞതാ കറക്റ്റ്, അവിടെ വെച്ചിട്ടാകുമ്പോൾ അല്ല അവിടെ വെച്ചിട്ടാണല്ലോ മെയ്റ്റ് ചെയ്തത് പ്രഗ്നൻ്റ് ആയത്, അപ്പോൾ അവിടെ വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കും നല്ലത്, ഇവരുടെ ഹെൽത്ത് നോക്കണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവരൊന്ന് ശാന്താകുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് ചീഫ് അല്ല ബില്യൺസ് ഒക്കെ ചിലവഴിച്ചിട്ടാണ് ഈ മൗസിനെ അങ്ങോട്ട് എത്തിയത്, അപ്പോൾ ഇനി ഇതിന് ട്രില്യൺസ് ആയിരിക്കും വില എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു ഈവ് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ അവസാനം ഈവും ചീഫും തമ്മിൽ വാക്ക് തർക്കാകുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന സ്പെക്സുകാരിയാണെങ്കിൽ അയ്യോ ഒന്ന് നിർത്ത്, ഇങ്ങനെ ആർഗ്യൂ ചെയ്യാതെ നമുക്കിതൊന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പിന്നീട് ഇവരിത് സെലിബ്രേറ്റ് ചെയ്യുന്നതും ഇവരുടെ ഈ സന്തോഷത്തോടെയുള്ള ഈ സംസാരവും ആർപ്പുവിളിയൊക്കെ കേൾക്കുന്ന അങ്ങോട്ട് വരുന്ന കങ്സു ആണെങ്കിൽ ഇവൻ്റെ ഹിയറിംഗ് ആയിരിക്കും, ഓ എന്നെ പുറത്താക്കാൻ പോകുന്നതിൽ നിങ്ങൾക്ക് ഇത്രയും സന്തോഷമാണോ എന്നാണ് കേട്ടോ അവിടെ പറയുന്നത്. പിന്നീട് ഗോങ്യോങ് ആണെങ്കിൽ ഇവൻ്റെ ഫ്രണ്ടിനായിട്ട് ഇരിക്കുന്ന ടൈമിൽ ഈ രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അല്ല നീ ഡിവോഴ്സി ആണല്ലോ അപ്പം നിനക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിന് അതങ്ങ് ഇഷ്ടമാകുന്നില്ല കേട്ടോ. അതായത് ഇപ്പം തന്നെ ഒരു രജിസ്റ്റർ മാരേജിൻ്റെ ആവശ്യമില്ല, ആദ്യം നിങ്ങളൊന്ന് സെറ്റാക്, ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അത് മാത്രമല്ല നിൻ്റെ അമ്മമാർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നതും എന്തായാലും ഞാൻ വിറ്റ്നസ്സായി വരത്തില്ല എന്ന് ഇവനവിടെ തീർത്ത് പറയുന്നുണ്ട്. ഈ മാരേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹറിബറി ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ആദ്യം നിങ്ങൾ ഡേറ്റിംഗ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യേ, എന്നിട്ടല്ലേ ഇതിനെപ്പറ്റി പിന്നെ ചിന്തിക്കാന്നൊക്കെയാണ് കേട്ടോ ഫ്രണ്ട് അവിടെ പറയുന്നത്. ഹിയറിങ്ങിന് വേണ്ടിയിട്ട് കങ്സു റെഡിയാകുന്ന ടൈമിലാണ് ഈവും മറ്റും ഇങ്ങനെ സന്തോഷത്തിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ട് വരുന്നതും പെട്ടെന്ന് കങ്സുവിനെ കാണുമ്പോൾ ഇവർക്ക് എന്തോ പോലെ ആകുന്നുണ്ട്, സൈലന്റ് ആകുന്നുണ്ട്. പിന്നീട് ഈ ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇവൻ്റെ ഒരു പൊസിഷൻ എടുത്ത് കളയുന്നുണ്ട്, അതുപോലെ ഇവൻ്റെ ID കാർഡൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നതും എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ഇവരെ നോക്കുന്ന കങ്സു ആണെങ്കിൽ എനിക്ക് ഒരുപാട് ഒബ്ജെക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നതും ഇവരാണെങ്കിൽ ആകെ കുറ്റബോധത്തോടൊക്കെ കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇത് കാണുന്ന ചീഫ് ആണെങ്കിലോ നിങ്ങളുടെ കൊളീഗ്സിനെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, ഒരു പക്ഷേ നിങ്ങളിത് മൊറൂല ഫോം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ആ ടൈമിലാണ് പിടിക്കുന്നതെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകാൻ വരെ സാധ്യതയുണ്ട്, അപ്പോൾ ഉണ്ടാകുന്ന ആ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡേഞ്ചർ ആകും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൊളീഗ്സിനോട് താങ്ക്സ് ആണ് പറയേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഇവന് ചിരിയാണ് വരുന്നത്. എന്തായാലും ഇവരെ പറ്റി അവിടെ ഒന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല ID കാർഡൊക്കെ തിരിച്ചേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചീഫ് ആണെങ്കിൽ ഇവൻ്റെ സ്യൂട്ടും തിരിച്ചേൽപ്പിക്കാൻ പറയുമ്പോൾ അതിവന് കഴിയുന്നില്ല കേട്ടോ. ഈ ഒരു സ്യൂട്ട് അതെനിക്ക് തിരിച്ചേൽപ്പിക്കാൻ കഴിയില്ല, ഈ ഒരു ജോലിക്ക് ചേർന്നതിന് ശേഷം എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പ് എൻ്റെ ബേബീനെ വരെ നഷ്ടമായിട്ടുണ്ട്, ഞാൻ എപ്പോഴും ഇതിൻ്റെ പിന്നിലായിരുന്നു, നേരത്തെ നിങ്ങളൊരു മൗസ് പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞ് നന്നായി സെലിബ്രേറ്റ് ചെയ്തല്ലോ, ഈ മൗസിൻ്റെ പരീക്ഷണമൊക്കെ 70s ആരംഭിച്ചത്, അതിന് മുന്നേ തന്നെ ഈ ഫ്രൂട്ട് ഫ്ലൈസിൻ്റെ പരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്, അത് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇവൻ അങ്ങ് ഇമോഷണൽ ആകുന്നതും എന്തായാലും ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു യൂണിഫോം ആണല്ലോ, എനിക്കിത് തിരികെ തരാൻ കഴിയില്ല എന്ന് കങ്സു അവിടെ പറയുന്നതും അപ്പോൾ ചീഫ് ആണെങ്കിൽ താനെന്താ തമാശ പറയാണോ, ഇതിൻ്റെ സീരിയസ്നെസ് മറ്റാരേക്കാളും നന്നായി തനിക്ക് അറിയില്ല എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ എത്ര രൂപ വേണം, പൈസയാണോ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നതും ചീഫ് അവിടെ ചൂടാകുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിലോ ഇവനെയും മറ്റും നോക്കി ചതിയന്മാരെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. പിന്നീട് യൂണിഫോമും അതുപോലെ ആ ബാൻഡേജ് ഒക്കെ അഴിക്കുന്നതും ഇവരെ കാണുന്ന ടൈമിൽ ഈ ആസ്ട്രോണൻസ് ആവുക എന്നുള്ളത് വലിയ കാര്യമായിട്ടും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നെർവസ് ആകേണ്ട, ഈ ജോലി പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ വിചാരിച്ച ആളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് നല്ല ജോലി തന്നെ ഏർപ്പാടാക്കി തരാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ അവിടെ നിന്നും പോകുന്നത്. ഈവാണെങ്കിലോ പിന്നീട് ഇവൻ്റെ ഈ യൂണിഫോം ഒക്കെ ലോക്കറിൽ വെക്കുന്നതും അതിനുശേഷം എന്തൊരു വിഷമൊക്കെ തോന്നിയിട്ട് ഗോങ്യോങ്ങിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവൻ്റെ ഫ്രൂട്ട് ഫ്ലൈസിനൊക്കെ എന്ത് പറ്റിയെന്നാണ് ഗോങ്യോങ്ങിനോട് ചോദിക്കുന്നത്. അതിനെപ്പറ്റിയൊന്നും അറിയേണ്ട ആവശ്യമില്ല, അതൊക്കെ പാസ്റ്റിൽ നടന്ന കാര്യമല്ലേ എന്ന് ഗോങ്യോങ് പറയുന്നതും ഇൻഡീസെൻസിക്കും പബ്ലിക്കിനും എന്താ പറ്റിയെന്നാണ് ഇവൻ ചോദിക്കുന്നത്. അതായത് ഇവളെ ഏൽപ്പിച്ചിരുന്ന ആ 2 ഫ്രൂട്ട് ഫ്ലൈസ് ഉണ്ടല്ലോ, ഇവൻ പിന്നീട് അത് തിരിച്ചു കൊടുത്തിരുന്നു, അതിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ഈവാണെങ്കിലോ ഇൻഡീസെൻസി മരിച്ചു എന്ന് പറയുമ്പോൾ ഗോങ്യോങ്ങിന് ആദ്യം വിഷമാകുന്നുണ്ട് കേട്ടോ. അതായത് 50 days ജീവിച്ചു, അത് തന്നെ ഇവരുടെ കാര്യത്തിൽ വലിയൊരു സംഭവമാണ്. പിന്നെ കുട്ടിയുണ്ടായി, ആളുടെ പേര് സ്റ്റാർ ആണെന്നൊക്കെ പറയുന്നതും ആഹാ അതിൻ്റെ ഇടയിൽ പേര് ഇട്ടോ എന്ന് ചോദിക്കുന്ന ഗോങ്യോങ്ങിനോട് സ്പേസിൽ വെച്ചിട്ടല്ലേ ഇത് സംഭവിച്ചത്, അതുകൊണ്ട് സ്റ്റാർ എന്നിടാന്ന് വിചാരിച്ചു എന്നാണ് ഇവളവിടെ പറയുന്നത്. ഗോങ്യോങ് ആണെങ്കിൽ പിന്നീട് ഡോക്ടർ മായെ ചെക്കപ്പ് ചെയ്യുന്നതും ആൾക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല, മറ്റന്നാ ഒരു 8 മണി കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ നടത്താം, അതായത് ഹോസ്പിറ്റലിൽ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ആരും അറിയാതെ വേണമല്ലോ ഇത് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ തൻ്റെ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയിട്ട് ഡോക്ടർ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോങ്യോങ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാം പെർഫെക്റ്റ് ആണെന്നാണ് അവിടെ പറയുന്നത്.
ഗോയിനയുടെ സെക്രട്ടറി ആണെങ്കിൽ മറ്റന്നാൾ 8 മണിക്കാണ് ഈ ഒരു സംഭവം നടക്കാൻ പോകുന്നതെന്നൊക്കെ ചെയർമാനെ അറിയിക്കുന്നത്. ഗോയിനെയാണെങ്കിൽ ഇതിനുശേഷം ഞാനും ചേച്ചിയും കൂടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകും, പിന്നീട് ഡെലിവറി ടൈമിൽ തിരിച്ചു വരൂ എന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ അതെന്തായാലും നന്നായി, നിന്റെ കൂടെ ഗോങ്യോങ് ഉണ്ടാവൂലേ, അപ്പോൾ നിങ്ങൾക്കതൊരു ഹണിമൂൺ ആയിരിക്കും എന്നൊക്കെ പറയുന്ന ടൈമിൽ ഗോയിനെയാണെങ്കിൽ അല്ല, ഗോങ്യോങ് ഉണ്ടായിരിക്കില്ല, അവൻ നല്ലൊരു ഡോക്ടറല്ലേ, അവൻ്റെ പേഷ്യൻസിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ കഴിയില്ലല്ലോ, അത് മാത്രമല്ല ഞാൻ ഞങ്ങളുടെ മാരേജിനെ പറ്റി ഒന്നുകൂടി ചിന്തിക്കുകയാണ്, എനിക്കതിനോട് താല്പര്യമില്ല, അവനെ ബോറടിച്ചു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ സംഭവം നീ എൻ്റെ മോളൊക്കെ തന്നെയാണ്, പക്ഷെ നീ ചെയ്യുന്നത് ശരിയല്ല, അവൻ നമുക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ റിസ്ക് എടുത്തത്, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആള് ഭയങ്കരമായിട്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്തോ എനിക്ക് ഇഷ്ടമാകുന്നില്ല, അതുകൊണ്ട് അവനെ ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് ഗോവിന പറയുന്ന ടൈമിൽ അച്ഛൻ ശരിക്കും ഷോക്കാകുന്നുണ്ട്. പാവം ഗോവിന, ഇവൾക്കറിയാം ഗോങ്യോങ്ങിന് ഇഷ്ടമല്ല എന്ന്, അത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഭാവിക്കായിരിക്കും പ്രശ്നം, അതുകൊണ്ടാണ് താൻ മനഃപൂർവ്വം ഒഴിവാക്കുന്നു എന്ന് അച്ഛനെ അറിയിക്കുന്നത്. ഇതേ ടൈമിൽ സ്പേസ് ഏജൻസിയിലാണെങ്കിൽ ഇവർ നിരീക്ഷിക്കുന്നത്, അതായത് ആ സ്പേസ് സ്റ്റേഷനിലേക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം പോകുന്നുണ്ട്, എന്ത് അപകടമാണ് ഉണ്ടായത്, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് പോകുന്നുണ്ട്, ഇത് ഇവർ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. റിപ്പോർട്ട് എന്നാ എത്തുക എന്നൊക്കെ ചോദിക്കുന്ന ഈവിനോട് മറ്റന്നാളായിരിക്കും റിപ്പോർട്ട് എത്തുക എന്ന് പറയുന്നതും, അപ്പോൾ പാർക്കിനോടാണെങ്കിലോ ചീഫ് പറയുന്നുണ്ട്, അതായത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇവരിനി അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, അപ്പോൾ കളിക്കാനൊന്നും നിൽക്കരുത്, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഈവ് നിങ്ങളുടെ കമാൻഡർ ആയിരിക്കും, ഇവൾ പറയുന്നത് പോലെയൊക്കെ തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്കറിയാമെന്നൊക്കെ പാർക്ക് അവിടെ പറയുന്നതും പിന്നീട് കാണിക്കുന്നത് ഈ തകർന്നു പോയിട്ടുള്ള സ്പേസ് സ്റ്റേഷൻ ആയിരിക്കും കേട്ടോ. അവിടെ ഗോങ്യോങ്ങിൻ്റെ ആ ഒരു ഫോൺ ഉണ്ടല്ലോ, ഇവൾക്ക് മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്ത ആ ഒരു ഫോണ് നിറച്ച് മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്നതാണ് കാണിക്കുന്നത്. ആ ഫോൺ എങ്ങാനും അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. നെക്സ്റ്റ് സീനിൽ ഗോവിനയുടെ സെക്രട്ടറി ആണെങ്കിൽ, അതായത് കങ്സുവിൻ്റെ ഹിയറിംഗ് കഴിഞ്ഞു, ആളെ മാത്രമാണ് റിസൈൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഇവളെ അറിയിക്കുന്നതും, ആള് ഈ മൊറൂലിനെ പറ്റിയിട്ടൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, ആളോട് ഒരു താങ്ക്സ് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആൾ ചെയ്ത കാര്യമൊക്കെ മറന്നുപോയോ എന്നാണ് കേട്ടോ ഇവനോട് ചോദിക്കുന്നത്. പിന്നീട് റൂമിലെത്തുന്ന ടൈമിൽ ഇവളുടെ കുളിയൊക്കെ കഴിയുമ്പോൾ കങ്സ് ഇവൻ്റെ റൂമാണെന്ന് കരുതി ഇവളുടെ റൂമിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് റൂം മാറിപ്പോയി എന്ന് ഇവൾ പറയുന്നത്, അപ്പോൾ ഇവനാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ നീ അന്ന് പറഞ്ഞല്ലോ രാത്രിയിൽ മാത്രം ഞാൻ വരാറുള്ളതെന്ന്, അതുകൊണ്ട് ഞാൻ കയറുന്നില്ല, നാളെ രാവിലെ വരാമെന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നതും ഇത് കേൾക്കുമ്പോൾ ഇവൾക്കൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. പിന്നീട് ഇവൾ നോക്കുന്ന ടൈമിൽ ഇവൻ്റെ റൂമിലും ഇവന് കയറാൻ പറ്റുന്നില്ല, അത്യാവശ്യം ഫിറ്റ് ആയിരിക്കും കേട്ടോ. ഇവളാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതും പേഴ്സ് തുറക്കുന്ന ടൈമിൽ ഇവളുടെ ഫോട്ടോ കാണുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്, നമ്മൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അത് കീറാൻ നോക്കുമ്പോൾ ഇവൻ തടയുന്നുണ്ട്. ഇവനാണെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പാൻറ്റിൽ മൂത്രം ഒഴിക്കുന്നു പറയുന്നതും ഇവളാണെങ്കിൽ പിന്നീട് ഇവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജോലിയൊക്കെ പോയല്ലേ അതിൻ്റെ വിഷമായിരിക്കും, എല്ലാം ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ബെഡിൽ തളർന്ന് വീഴുന്ന കങ്സു ആണെങ്കിൽ എൻ്റെ കുട്ടി മരിച്ചു, അപ്പോൾ ഞാൻ വിചാരിച്ചത് ഗോങ്യോങ് ആണെങ്കിലും ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യട്ടെ, അത് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ ആ ബെഡിൽ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ഗോങ്യോങ്ങിൻ്റെ ഈ അമ്മയാണെങ്കിൽ ഇവർക്ക് കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ. ഇവരാണെങ്കിൽ നേരത്തെ എണീറ്റ് കുറേ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും നേരെ ഈവിൻ്റെ അടുത്തേക്കാണ് വരുന്നത് കേട്ടോ. ഈവിന് ഫുഡ് കൊടുക്കുന്ന ടൈമിൽ അയ്യോ ഇതായിട്ട് ഇങ്ങോട്ട് വന്നോ എന്നൊക്കെ ചോദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞ് അമ്മ കൊടുക്കുമ്പോൾ ഇവളിത് ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരിക്കും, ഇത് ഒരുപാട് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവൾ ഹാപ്പി ആകുന്നതും, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അന്ന് വന്നപ്പോൾ പറഞ്ഞല്ലോ ഇയാളുടെ പാരൻസ് ക്രിസ്മസ് ഈവിനാണ് ഇയാൾ ഉപേക്ഷിച്ചതെന്ന്, അത് ഇന്ന സ്റ്റേഷനിലായിരുന്നു ഇന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു എന്ന് കറക്റ്റായിട്ട് അമ്മ ചോദിക്കുന്നതും ഈവങ്ങ് ഷോക്കാകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെ അമ്മയ്ക്കറിയാം, അപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്നത് തൻ്റെ സ്വന്തം അമ്മയാണോ എന്ന് ഇവൾ ടെൻഷൻ അടിക്കുന്ന ടൈമിൽ ഈ അമ്മയാണെങ്കിൽ അല്ല അതൊന്നും അല്ലല്ലോ എന്നാണ് കേട്ടോ അവിടെ ചോദിക്കുന്നത്. ഇവളാണെങ്കിൽ അല്ല എന്ന് പറയുന്നതും സമാധാനമായി, അല്ല എനിക്കിങ്ങനെ ഒരു മകളുണ്ടായിരുന്നു, ഞാൻ അവളെ ഇങ്ങനെയാണ് ഉപേക്ഷിച്ചത് എന്നൊക്കെ പറയുന്ന അമ്മയാണെങ്കിൽ ആ ഒരു സ്റ്റോറി അവിടെ പറയുന്നുണ്ട്. അതായത് ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ടൈമിലാണ് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായത്, അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ആ ഒരു കുട്ടി എൻ്റെ ജീവിതത്തിന് വിലങ്ങുതടിയാകുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയെ ഉപേക്ഷിച്ചത്, എന്നാൽ അതിനുശേഷവും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഈ ബാറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ബ്രസ്റ്റിൽ നിന്ന് മിൽക്കൊക്കെ വരുന്നതും അത് ഒളിപ്പിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, മരിച്ചാലോ എന്നൊക്കെ പല ടൈമിലും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ആ ടൈമിലാണ് ഗോങ്യോങ്ങിനെ കയ്യിൽ കിട്ടുന്നതും അവനെ ഞങ്ങൾ സ്വന്തം മകനെ പോലെയാണ് വളർത്തിയത്, അവന് വേണ്ടിയിട്ടാണ് പിന്നീട് ഞങ്ങൾ ജീവിച്ചത്, എൻ്റെ ആ ഒരു മകളെ പറ്റി ഞാൻ ഒരു പക്ഷേ ആലോചിക്കാത്തത്, ഞാൻ അന്നത്തെ ആ ഒരു കേസിൽ ഒരു വിക്ടിം ആയിരുന്നു, മകളെ പറ്റി ആലോചിക്കുന്ന ടൈമിൽ അന്നുണ്ടായ കാര്യങ്ങൾ ആ ഒരു പ്രവൃത്തിയൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരും, അതുകൊണ്ട് എനിക്ക് താല്പര്യമേ ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ, അത് ഗോങ്യോങ് ആണെന്നൊക്കെ പറയുന്നതും
ഏവാണെങ്കിൽ ഇതൊക്കെ കേട്ട് ആകെ ഷോക്കായിട്ട് ഇരിക്കുന്നുണ്ട്. അമ്മയാണെങ്കിലും എന്തായാലും മോളുടെ അമ്മ എന്നെ പോലെയുള്ള ഒരു സ്ത്രീ ആയിരിക്കില്ല, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സുന്ദരിയായിട്ടുള്ള നല്ല ഫാമിലിയത്തെ ഒരാളൊക്കെ ആയിരിക്കും. മോളെ ഉപേക്ഷിക്കാൻ അവർക്ക് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടാവും, അതൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന ഈ അമ്മയാണെങ്കിൽ ഗോങ്യോങ്ങിന് ഈ ഒരു കേസിനെ പറ്റി അറിയില്ല, അതുകൊണ്ട് അവനോട് ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത് കേട്ടോ. സംശയം തോന്നുന്ന ഏവാണെങ്കിൽ ഈ അമ്മ ചായ കുടിച്ചതിൽ ഇങ്ങനെ ലിപ്സ്റ്റിക് ആയിട്ടുണ്ടായിരിക്കും, അത് പിന്നീട് DNA ആയിട്ട് ചെക്ക് ചെയ്യുന്നതും 99.99% ഇത് പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ അതായത് ശരിക്കും അമ്മ തന്നെയാണെന്ന് അവിടെ മനസ്സിലാക്കുന്ന ടൈമിൽ ഇവൾക്കാണെങ്കിൽ എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേന്നൊന്നും അറിയാതെ ഇവളാണെങ്കിൽ ആ ഒരു പേപ്പർ കീറിക്കളയുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അതായത് ഇത്രയും കാലം തൻ്റെ അമ്മയെയും അച്ഛനെയും കണ്ടുപിടിക്കാനാണ് ഇവള് ശ്രമിച്ചത്, എന്നാൽ അതേ അമ്മയിൽ നിന്ന് തന്നെ ഇതുപോലത്തെ വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാല. ആ ടൈമിലാണ് അങ്ങോട്ട് വരുന്ന ഈ സ്പെക്സുകാരി ഈ പ്രഗ്നൻ്റ് ആയ മൗസിൻ്റെ കേസ് വളരെ ഗുരുതരാണെന്ന് പറയുന്നതും ഇവർ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഈ മൗസിൻ്റെ 4 കുട്ടികളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ നിലയ്ക്കുന്നുണ്ട്, അതൊക്കെ മരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മൗസിൻ്റെ കണ്ടീഷനും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ രക്ഷിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് വേദനിക്കുന്ന ടൈമിൽ, അതായത് മരിക്കുന്ന ഉറപ്പാകുമ്പോൾ ഈ സ്പെക്സുകാരിയാണെങ്കിൽ ഇതിനെ കൊല്ലാന്ന് പറയുകയാണ്. അതായത് വളരെയധികം വേദനയൊക്കെ അനുഭവിക്കുന്ന ടൈമിൽ ഇങ്ങനെ മൃഗങ്ങളെ സ്വയം കൊല്ലാന്നുള്ളൊരു റൂൾ ഉണ്ട് കേട്ടോ. അതായത് ഒരിക്കലും ഇനി ജീവിക്കില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ സ്പെക്സുകാരി ഇത് പറയുന്ന ടൈമിൽ ഈവാണെങ്കിൽ ചൂടാകുന്നതും പറ്റത്തില്ല, കുട്ടികൾ മരിച്ചു എന്ന് വിചാരിച്ച് ഈ അമ്മയ്ക്ക് ജീവിക്കണമെന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ രക്ഷിക്കാൻ നോക്കൂ എന്നൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. അതായത് ഇവളുടെ അമ്മ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് ജീവിക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതെന്ന്. ആ ഒരു കാര്യമാണ് ഇവൾ ആലോചിച്ചെടുക്കുന്നത്. ഇവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ ചീഫ് ആണെങ്കിലും ശരി നമുക്ക് രക്ഷിക്കാം, പക്ഷെ നീ ഒന്ന് കാമാവെന്നൊക്കെ പറയുമ്പോൾ ചീഫിന്റെ കൈയും ഇവൾ തട്ടി മാറ്റുന്നുണ്ട്. എന്ത് വില കൊടുത്തും ഞാൻ ഇതിനെ രക്ഷിക്കാൻ നോക്കുമെന്ന് പറയുന്ന ഈവിനെയാണ് അവിടെ കാണിക്കുന്നത്. തിരിച്ചു പോകുന്ന അമ്മയാണെങ്കിൽ ഗോങ്യോങ്ങിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ഈവിൻ്റെ അടുത്തേക്ക് പോയിരുന്നു, നീ അവളെ ഒന്ന് വിളിക്കുന്നൊക്കെ പറയുന്നതും ആഹാ എന്ത് പറ്റി നിങ്ങൾ തമ്മിൽ സെറ്റായോ എന്നാണ് കേട്ടോ ഗോങ്യോങ് അവിടെ ചോദിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് സീനിൽ ഈവാണെങ്കിൽ നല്ല വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതും പിന്നീട് ആ ബ്രേക്ക്ഫാസ്റ്റ് കൊടുന്ന പാത്രമൊക്കെ അവിടെ ഉണ്ടായിരിക്കും. ഇതുമായിട്ട് ഇവൾ വീട്ടിലേക്ക് വരുന്ന ടൈമിൽ അങ്ങോട്ട് ഗോങ്യോങ് എത്തുന്നുണ്ട്. എന്താ ലേറ്റ് ആയത്, എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഗോങ്യോങ്ങിനോട് ഒന്നുമില്ലാന്ന് ഇവൾ പറയുന്നതും ഇവനാണെങ്കിൽ രജിസ്റ്റർ മാരേജിന്റെ പേപ്പേഴ്സൊക്കെയാണ് ഇവൾക്ക് കൊടുക്കുന്നത്. സാക്ഷികളായിട്ട് ഫ്രണ്ട് ഒപ്പിടില്ലെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അവൻ ഒപ്പിട്ടു. അതുപോലെ ഡോക്ടർമായും നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ ഇങ്ങനെ സൈലന്റ് ആകുന്നത് കാണുന്ന ഗോങ്യോങ് ആണെങ്കിൽ ഞാനിങ്ങനെ ഹറിബറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലൊന്നും വേണ്ട, നിനക്കിത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് കയറി കളഞ്ഞേക്ക്, പക്ഷെ നിനക്കൊരു ഫാമിലി ഇല്ല എന്നുള്ളൊരു തോന്നൽ ഇനി വരാൻ പാടില്ല, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഇനി മുതൽ ഷെയർ ചെയ്യാൻ ഞാനിവിടെ ഉണ്ട്, എന്നോട് പറയണം, അല്ല തനിക്കിത് പറ്റത്തില്ലെങ്കിൽ അങ്ങ് കയറി കളഞ്ഞേക്ക്, അല്ലെങ്കിലും ഈ ഫാമിലിയിലൊക്കെ എന്തിരിക്കുന്നു അല്ലേ, രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഫാമിലി എന്നൊക്കെ ഇവൻ പറയുന്നതും ഇവൾക്കാണെങ്കിൽ നല്ല വിഷമം വരുന്നുണ്ട്, അതുപോലെ ചിരിയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ക്ലോസ് ആയി നിൽക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ ഇവളാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചത് അതെനിക്ക് അറിയണമെന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് പോകുന്നതും അതുപോലെ ഇവൻ്റെ ഫോൺ കണ്ടു കിട്ടുന്നുണ്ട്, ആ മെസ്സേജും എല്ലാവരും കാണുന്നുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുന്ന അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റും.